CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുമരംപുത്തൂർ പഞ്ചായത്തിലെ കുരുത്തിച്ചാലിൽ സന്ദർശകരെ നിയന്ത്രിക്കുന്നതിനായി നിലവിലെ പോലീസ് സേവനം തുടരാൻ തീരുമാനം. സന്ദർശകരെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് പ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് ഏപ്രിൽ 28-ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദലിത് ആദിവാസി സംഘടനകളും സംയുക്തമായാണ് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊടും ചൂടിൽ ആശ്വാസമായി മഴ വരുന്നു. ഈ മാസം 29-ന് മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ സീസണിലെ മെച്ചപ്പെട്ട മഴ ദിവസങ്ങൾ വരുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ മഴ പ്രതീക്ഷിക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിക്കുന്നതിനായി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു ഉത്തരവിട്ടു. ക്ഷേത്ര ഭരണസമിതികളിൽ ഉൾപ്പെടുത്തുന്നതിന് സജീവ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അയോഗ്യത ഉള്ളതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കുമരംപുത്തൂർ പഞ്ചായത്തിലെ കുരുത്തിച്ചാലിൽ സന്ദർശകരെ നിയന്ത്രിക്കുന്നതിനായി നിലവിലെ പോലീസ് സേവനം തുടരാൻ തീരുമാനം. സന്ദർശകരെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് പ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സ്റ്റേഷനിലെ ജോലി തിരക്ക് കണക്കിലെടുത്ത് കുരുത്തിച്ചാലിലെ താൽക്കാലിക ചെക്ക് പോസ്റ്റിലെ പോലീസ് സേവനത്തിന് ബദൽ സംവിധാനം വേണമെന്ന വകുപ്പ് പ്രതിനിധികളുടെ അപേക്ഷ യോഗത്തിൽ അവതരിപ്പിച്ചെങ്കിലും പോലീസ് സേവനം വേണമെന്ന് സർവകക്ഷി യോഗം ഒറ്റക്കെട്ടായി ഉന്നയിച്ചു. ഇതോടെയാണ് പോലീസ് സേവനം തുടരാൻ തീരുമാനിച്ചത്. പിന്നെ പോലീസിന്റെ മേക്കെട്ടുകാരിൽ മാത്രം അതൊരു വലിയ പത്താളുടെ ഇടയിൽ വലിയൊരു കാര്യമായിട്ട് കാണാൻ കുറച്ച് ചില ആൾക്കാരുണ്ട്. അതിനോട് അതുപോലെ അങ്ങനെ ചില 1-2 അനുഭവങ്ങൾ കഴിഞ്ഞ ഈ ഒരു വിഷയത്തിൽ തന്നെ ഉണ്ടായി. അതിലൊന്നും വലിയ കാര്യമല്ല. എല്ലാവരും അതായത് പ്രാധാന്യം അർഹിക്കുന്ന ആൾക്കാരും അതായത് അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ഇപ്പോൾ ഒരു ആവശ്യമില്ലാതെ ഞങ്ങൾക്ക് ഒരാളുടെ മുമ്പിൽ വഴിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ന്യായമായ കാര്യങ്ങളോടെ തന്നെ ഞങ്ങൾ ഇന്നേ വരെ നോക്കുള്ളൂ. ഇന്നും അതങ്ങനെ തന്നെ അവിടെ ഈ മരണങ്ങൾ സംഭവിക്കാൻ പാടുള്ളത് എന്നുള്ളത് നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു. അവിടെ ഇനി മരണം സംഭവിക്കാൻ കൂടുതലും വളരെ ടീനേജേഴ്സാണ് അവിടെ പോകുന്നത്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. പോലീസിന്റെ സാന്നിധ്യമുള്ളതിനാൽ നിലവിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമില്ലെന്നും അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നും യോഗം ഉന്നയിച്ചു. ഈ കടുത്ത ക്ഷാമത്തിൽ പ്രദേശവാസികളുടെ ഉൾപ്പെടെ അവരുടെ ചില അവകാശത്തിന്മേൽ നമ്മൾ നിഴൽ വീഴ്ത്തുകയും ചെയ്യരുത്. ഇത് രണ്ടുമാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത്. അതിന് നമ്മൾ കൂട്ടായിട്ടൊരു പരിശ്രമം നടത്തണം. ഒരു മാസക്കാലത്തേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. ഒറ്റ കാര്യമുള്ളൂ. പിന്നെ പ്രദേശവാസികളെയും അതായത് ആ പ്രദേശത്ത് അവിടെ അതിനകത്ത് താമസിക്കുന്നവർ ഒഴികെ ബാക്കി ഒരാളും അങ്ങോട്ട് കടത്തിവിടാൻ കഴിയാത്ത രൂപത്തിലേക്ക് കാലാവസ്ഥ മാറിയിട്ടുണ്ടാവും. പരിപൂർണമായും ചെക്ക് പോസ്റ്റ് നമ്മൾ അവിടെ പ്രവർത്തന നിരതമാവാൻ വേണ്ടി പോവുകയാണ്. ഭക്ഷണാവശിഷ്ടങ്ങളും മദ്യക്കുപ്പികളും പുഴയിലേക്ക് എറിയുക, പഴയ തുണികൾ വെള്ളത്തിൽ ഉപേക്ഷിക്കുക തുടങ്ങിയ പ്രവൃത്തികളും പ്രദേശത്ത് ഇല്ലാതായി. കുരുത്തിച്ചാൽ കേന്ദ്രീകരിച്ചുള്ള കുടിവെള്ള പദ്ധതികൾക്കും ഇത് ഗുണകരമായെന്ന് പഞ്ചായത്ത് പ്രതിനിധികളും നാട്ടുകാരും ഉന്നയിച്ചു. പുലി ഇറങ്ങിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും ആദിവാസികളുടെ കുടിൽ അതിക്രമിച്ച് കടന്നാലോ അപ്പൊ അവര് മെമ്പറെ വിളിക്കും. ഈ മെമ്പർ ചെന്നിട്ട് എന്താണ് ഞാൻ അവരെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിക്കും, വിവരം പറയും, അവര് വരും, കൈകാര്യം ചെയ്ത് പോകും. അങ്ങനെയാണ്. പിന്നെ കുന്തിപ്പുഴ കുടിവെള്ളത്തിന് മാത്രമല്ലല്ലോ അവിടെ മുൻഗണന കൊടുക്കുന്നത്. കുടിവെള്ളത്തിന് മുൻഗണന വേണം, വേണ്ടെന്നല്ല. പക്ഷെ അവിടെ പുറത്തുനിന്നുള്ളവരെന്ന് പറഞ്ഞാല് പിന്നെ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ പ്രദേശവാസികളായ മൈലാമ്പാടം, കാരാപ്പാടം, പയ്യനിടം, പള്ളിക്കുന്ന് വഴിഭാഗം, പിന്നെ കല്യാണക്കാപ്പിൽ നിന്ന് വരെ ആൾക്കാർ അവിടെ വന്നിട്ട്, അത് അവർ പുറത്തുനിന്നുള്ളവർ തന്നെയാണല്ലോ അല്ലെ, ആ പരിസരവാസികളല്ലല്ലോ. അവിടെ വന്നിട്ട് ഒരു ലോഡ് തുണികളുമായിട്ടാണ് വരുന്നത്. അവർ വന്ന് ഈ കണ്ട ഒരു 5-6 മാസം പോലും നനയ്ക്കാതുള്ള തുണികളായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്ന് നനച്ചിട്ട് അവർക്ക് വേണ്ടതൊക്കെ എടുത്തിട്ട് പോയിട്ട് ബാക്കിയൊക്കെ ആ പുഴയിൽ ഉപേക്ഷിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു.
കുരുത്തിച്ചാലിലെ വിവിധ കടവുകളെ ആശ്രയിക്കുന്ന പ്രദേശത്തെ നെച്ചുള്ളി, പള്ളിക്കുന്ന്, മൈലാമ്പാടം, വെള്ളപ്പാടം വാർഡുകളിലുള്ളവർക്ക് മാത്രം പ്രവേശനം നൽകാനും തീരുമാനിച്ചു. പ്രദേശവാസികളായ ആളുകൾക്ക് അതിൽ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപാടുണ്ട. പോലീസിനെ അവിടെ നിർത്തിയിട്ട് കൃത്യമായിട്ട് ഒരു 6 വർഷത്തോളമായി ഏകദേശം പോലീസിനെ അവിടെ നിർത്തിയിട്ട് യാതൊരുവിധ പ്രശ്നമല്ല. ഇതിന് മുമ്പുണ്ടായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അന്ന് ഹെൽമെറ്റിന് എഴുതി കൊടുത്തലും സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് വരുന്ന ആളുകളെ തടുക്കാൻ വേണ്ടി നിർത്തിയ പോലീസ് നാട്ടുകാരുടെ നെഞ്ഞത്തേക്ക് കയറിയപ്പോഴാണ് അവർക്ക് പോലീസിന് പോകാൻ വേണ്ടി എന്ത് ചെയ്തു, അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഫൈൻ എഴുതി കൊടുത്തു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് പോലീസിനെ വേണ്ട ജനങ്ങൾ പിൻവലിച്ചു. അതിന്റെ പിന്നാലെ 2 ആൾ പോയി മരിച്ചു. മരിച്ച സമയത്ത് നേരെ തിരിച്ചു പറഞ്ഞു. ഇപ്പോൾ അതേ പ്രവണതയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനും തോന്നെ പറയുന്നു ആളുകളെ പോട്ടെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ തടുത്ത് തിരിച്ചുവിട്ട പോലീസിനൊക്കെ നമ്മളവിടെ ഇരിക്കണത്. അതായിരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചു നോക്കി തീരുമാനം. അത് കാലങ്ങളായിട്ട് ഇപ്പോഴതല്ല, എനിക്ക് ഒരു 15 വർഷമായിട്ട് ജംഷീരാമോടെ അവിടെ പോയിട്ട് അല്പം തിരുമ്പുകയും ചെയ്യുന്ന ആളാണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഇവർ പറയുന്നത് പ്രദേശവാസികൾക്ക് പുഴയിൽ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമമുണ്ടോ? ഞങ്ങളൊക്കെ വേറെ അവിടെ പോയിട്ട് കുടിക്കുന്ന ഈ ആളുകളൊക്കെ. പ്രദേശവാസികളല്ലാത്തവരെ തിരിച്ചറിയുന്നതിനായി പ്രദേശത്തെ സുപരിചിതനായ വ്യക്തിയെ ചെക്ക് പോസ്റ്റിൽ പോലീസിനൊപ്പം നിയോഗിക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചു. നിലവിലെ താൽക്കാലിക ചെക്ക് പോസ്റ്റിനു പകരം ഇരിപ്പിട സൗകര്യം, ഫാൻ, ശൗചാലയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോട് കൂടിയ ചെക്ക് പോസ്റ്റ് നിർമ്മിക്കാനും തീരുമാനമെടുത്തു. ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അഭിപ്രായവും തേടും. ഫണ്ടില്ലെങ്കിൽ കളക്ടറുടെ അനുമതിയോടെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാനും തീരുമാനമെടുത്തു. അപ്പോ അതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ സേവനം തുടരണം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ മീറ്റിംഗ് വിളിക്കാനുണ്ടായ സാഹചര്യം തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 1.5 മാസ കാലയളവിലേക്ക് പോലീസിനെ ഒന്ന് താൽക്കാലികമായിട്ടൊന്ന് വിഡ്രോ ചെയ്ത് പകരം സംവിധാനം ഒരുക്കി പിന്നീട് വീണ്ടും അവരെന്നെ തുടരാമെന്നുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞിട്ടാണ് അവര് കത്ത് തന്നിരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അവരെന്നെ ഒരു സജഷൻ ഉന്നയിച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ താൽക്കാലികമായിട്ടൊന്ന് വിന്യസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത്. പിന്നെ മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RRT അംഗങ്ങളെ ഇതേപോലെ താൽക്കാലികമായിട്ട് അവിടെ വിന്യസിക്കാൻ പറ്റുമോ എന്നുള്ള 2 കാര്യങ്ങളാണ്. അപ്പൊ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സബ് കളക്ടറുമായിട്ടും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുമായിട്ടും ഒന്ന് ചർച്ച ചെയ്തിട്ട് ഇതിന് എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരോട് ഒരുക്കി തരാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ചോദിക്കാം. അത് ചോദിച്ചിട്ട് അതിന്റെ ഒരു തീരുമാനം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ഞാൻ തീരുമാനം പറയാം. അതിന്റെ ബന്ധപ്പെട്ടവരോട് ഞാൻ അറിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് കെ സ്മിത, സെക്രട്ടറി കെ ശിവപ്രകാശൻ, വൈസ് പ്രസിഡന്റ് ടി കെ ഷമീർ, ഡെപ്യൂട്ടി തഹസിൽദാർ അസ്മാബി, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ മണികണ്ഠൻ നാവായത്ത്, സി മുത്തു, പ്രശോഭ്, അസീസ് പച്ചേരി, ജോസ് കൊല്ലിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ്, അഗ്നിരക്ഷാസേന വകുപ്പ് പ്രതിനിധികളും പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിക്കുന്നതിനായി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു ഉത്തരവിട്ടു. ക്ഷേത്ര ഭരണസമിതികളിൽ ഉൾപ്പെടുത്തുന്നതിന് സജീവ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അയോഗ്യത ഉള്ളതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ക്ഷേത്ര ട്രസ്റ്റി സ്ഥാനത്തേക്ക് അപേക്ഷിച്ചവർ സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണെന്നു കാണിച്ച് കോൺഗ്രസ് നേതാവ് PP വിനോദ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സജീവ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പാരമ്പര്യേതര ട്രസ്റ്റി നിയമനത്തിന് അയോഗ്യതയുണ്ടെന്ന വാദത്തിൽ അന്വേഷിച്ച് തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡ് കമ്മീഷണറോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ K മണികണ്ഠൻ, VK വിജയകൃഷ്ണൻ, V കൃഷ്ണദാസൻ, MP അയ്യപ്പൻകുട്ടി എന്നിവർക്ക് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യതയുള്ളതായി ബോർഡ് കണ്ടെത്തി. നിലവിലെ അപേക്ഷകരിൽ K അജിത് ശങ്കറിന് മാത്രമാണ് അയോഗ്യതകൾ ഇല്ലാത്തതെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ക്ഷേത്രത്തിൽ 4 പാരമ്പര്യേതര ട്രസ്റ്റിമാരുടെ ഒഴിവുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരാളെ മാത്രം നിയമിക്കുന്നത് പ്രായോഗികമല്ലാത്തതിനാൽ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പുതിയതായി അപേക്ഷ സമർപ്പിക്കുന്നവർക്കൊപ്പം അജിത് ശങ്കറിനെ വീണ്ടും പരിഗണിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. CCN ചെർപ്പുളശ്ശേരി. കൊടും ചൂടിൽ ആശ്വാസമായി മഴ വരുന്നു. ഈ മാസം 29-ന് മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ സീസണിലെ മെച്ചപ്പെട്ട മഴ ദിവസങ്ങൾ വരുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ മഴ പ്രതീക്ഷിക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി.
ഇത്തവണ ശക്തമായി തന്നെ വേനൽ മഴ പ്രതീക്ഷിക്കാം. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളത്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസുമാണ്. പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ്. കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസുമാണ്. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCN. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ മലപ്പുറം സെൻട്രൽ ജില്ലാ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച വൈസ് പ്രസിഡന്റ് ഷീബ പ്രതിരോധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് അശ്വതി ഗുപ്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ ധന്യ, ഷൈമ, നേതാക്കളായ രാമചന്ദ്രൻ, സേതുമാധവൻ, ഷൈജു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ബിൽ പരാജയപ്പെടുത്താനുള്ള നിഗൂഢത പ്രതിപക്ഷം വെളിപ്പെടുത്തണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഈ 140 കോടി ജനങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ 976 543 കോടി 52 കോടി 543 കോടി സീറ്റുകള് 54 കോടി ജനങ്ങൾ അധിവസിക്കുന്ന സമയത്തുണ്ടാക്കിയപ്പോൾ അതിന്റെ 50% വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ 2026 ഏതാണ്ട് 816 സീറ്റായി വർദ്ധിപ്പിച്ചപ്പോൾ അതിന്റെ 33% വരുമ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് 271 പരിധികൾക്കാണ്. CCN മലപ്പുറം. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ കോരഞ്ചിറ അംഗൻവാടിയിലെ വർക്കർക്ക് ജോലിക്കിടെ പാമ്പുകടിയേറ്റു. കോരഞ്ചിറ അംഗൻവാടിയിലെ വർക്കറായ കളത്തിൽത്തൊടി വിശാലയ്ക്കാണ് പാമ്പുകടി ഏറ്റത്. ശനിയാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. അംഗൻവാടിക്ക് മുന്നിൽ കൂട്ടിയിട്ടിരുന്ന മെറ്റലിനടുത്തുള്ള പുല്ലും മറ്റും നീക്കം ചെയ്യുന്നതിനിടയിലാണ് വിശാലയുടെ കൈവിരലിൽ പാമ്പ് കടിച്ചത്. ഉടൻ തന്നെ ഇവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയിൽ കടിച്ചത് വിഷമില്ലാത്ത പാമ്പാണെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. CCN ചെറുപ്പുളശ്ശേരി. ആലിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക മലമ്പനി ദിനാചരണവും ബോധവൽക്കരണ ശില്പശാലയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബിൽഡിങ്ങിന്റെ ഓണർമാരെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ബിൽഡിങ്ങുകളുടെ ഓണർമാര്, അതുപോലെ കോഴി ഫാമുകളിൽ അന്യസംസ്ഥാനക്കാരെ തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും നമസ്കാരം. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ ഉടമസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാപ്രവർത്തകർ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപ് മുഖ്യ പ്രഭാഷണം നടത്തി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തൊഴിലാളികൾ നിർബന്ധമായും മലമ്പനി സ്ക്രീനിംഗ് നടത്തി അതിന്റെ റിപ്പോർട്ട് കൈവശം വെക്കണമെന്ന് ശില്പശാലയിൽ നിർദ്ദേശിച്ചു. തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ കൃത്യമായ ശുചിത്വം ഉറപ്പുവരുത്താൻ കെട്ടിടുടമസ്ഥർ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ വി അബൂബക്കർ സിദ്ദിഖ് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങൾ വിശദീകരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന, വാർഡ് മെമ്പർ ശ്രീദേവിക്കുട്ടി, മോഹൻദാസ്, CDS പ്രസിഡന്റ് ജിൻചിറ എന്നിവർ ആശംസകൾ നേർന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി സ്വാഗതം പറഞ്ഞു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, JPHN, RBSK, MLHP നഴ്സുമാർ എന്നിവർ നേതൃത്വം നൽകിയ ശില്പശാലയിൽ 118 പേർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. കരിമ്പുഴ തോട്ടര മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആത്മീയ ശ്രേഷ്ഠൻ സയ്യിദ് KT ഹൈദ്രോസ് കോയ തങ്ങളുടെ 54ാമത് ആണ്ടു നേർച്ചയ്ക്ക് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കം. ജുമാ നമസ്കാരത്തിനു ശേഷം നടന്ന ചടങ്ങിൽ PA തങ്ങൾ നേർച്ചയുടെ പതാക ഉയർത്തി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു.
മഹല്ല് ഖാസി എസ് മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, മതരംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. നമ്മൾ കൊല്ലപ്പോഴും കഴിഞ്ഞു വരാനുള്ള നേർച്ചയാണ് 54ാമത്തെ കൊണ്ടുവന്നത്. നേർച്ച കൊണ്ടാടുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് യൂസ് പോലെ തങ്ങൾ വീട് എന്ന് യാത്ര ചെയ്ത ആളായിരുന്നു. ഒരു ദിവസം മുമ്പിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ഞാൻ മരിച്ചാൽ ഇവിടെ മകം ചെയ്യണമെന്ന്. ആ ഒരു വിഷയത്തിൽ പ്രകാരമാണ് അദ്ദേഹത്തെ ഇവിടെ മറന്നു. അതുകൊണ്ടാണ് തോട്ടിലെ നേരത്തെ നമ്മളെ കൊണ്ടാടാനുള്ള കാരണം. അതുകൊണ്ട് ഞാൻ തോട്ടിലേക്ക് കുഞ്ഞായമു, കോൽക്കാട്ടിൽ കുഞ്ഞാപ്പു, ഷെറീഫ്, ഹിഷാം തങ്ങൾ, ഷൗക്കത്ത് ധാരിമി, ഹബീബ് തങ്ങൾ, EP ബഷീർ, EK അബു, കുഞ്ഞിത്തങ്ങൾ, ഹക്കീം ഫൈസി, കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, മെമ്പർമാരായ ചന്ദ്രമോഹൻ, മല്ലിക, രാജേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി വിപുലമായ ആത്മീയ പരിപാടികളാണ് ആണ്ടുനേർച്ചയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. മഗ്രിബ് നമസ്കാരത്തിനു ശേഷം ഹുസൈൻ തങ്ങൾ കൊടക്കാട് നേതൃത്വം നൽകുന്ന മജ്ലിസുന്നൂർ നടക്കും. ശനിയാഴ്ച നടക്കുന്ന മൗലിദ് പാരായണത്തിന് ഹിഷാം തങ്ങൾ നേതൃത്വം നൽകും. തുടർന്ന് നടക്കുന്ന റിഫായി റാത്തീബിന് സൈനുൽ ആബിദീൻ നിസാമി നേതൃത്വം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇവിടെ വന്ന് ദുആ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു മഹാ അവറുകളാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഇനി അന്നദാനമുണ്ട്. നാളെ മുതൽ അന്നദാനം, റാത്തീബ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. 2 ദിവസത്തെ പരിപാടിയാണ്. ഇന്ന് ഈ കൊടിയുയർത്തലോടുകൂടി ഈ നേർച്ചാഘോഷത്തിന് തുടക്കം കുറിക്കുക. അതിന് പള്ളി കമ്മിറ്റിയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മറ്റു സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവരുടെയൊക്കെ സഹകരണങ്ങളൊക്കെ ഇതിലുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ കൂടിയ 100 കണക്കിന് ആളുകളുടെ കമ്പനിയോടുകൂടിയാണ് ഇതിനെ കൊടിയും ഉയർന്നിരിക്കുന്നത്. CCN കടമ്പഴിപ്പുറം. വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് ഏപ്രിൽ 28-ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളും സംയുക്തമായാണ് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദളിത് സമുദായ മുന്നണി എല്ലാവരും കൂടി കോർഡിനേഷൻ കേരളത്തിൽ മൊത്തം 28-ാം തീയതി രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കേരളം മൊത്തം എല്ലാ മേഖലകളിലും ഹർത്താൽ പൂർണ്ണമായിരിക്കുമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. നീതി അവന് കൊടുക്കാനുള്ള നീതി, സമൂഹത്തിന്റെ നീതി, നമ്മളെല്ലാവരും ആ നീതി അവന് വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരം സ്വദേശിയായ നിതിൻ രാജിനെ കഴിഞ്ഞ ഏപ്രിൽ 10-നാണ് കോളേജ് കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഡ്മിഷൻ ലഭിച്ച നാൾ മുതൽ കോളേജിൽ നിതിൻ രാജ് കടുത്ത ജാതി വിവേചനത്തിന് ഇരയായിരുന്നുവെന്നും അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളെ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ അധിക്ഷേപിച്ചിരുന്നതായും ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ രോഹിത് വേമൂല ആക്ട് നടപ്പിലാക്കുക, കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കണമെന്നും ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ കേസ് അന്വേഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനി ഇത്തരം ദാരുണ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രതിരോധമെന്ന നിലയിൽ പ്രഖ്യാപിച്ച ഹർത്താലിനോട് വ്യാപാരികളും വാഹന ഉടമകളും തൊഴിലാളികളും സഹകരിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ KK സുരേഷ്, സണ്ണി M കബിക്കാട്, ജെയിംസ് പാണ്ടനാട് എന്നിവർ അഭ്യർത്ഥിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമരംപുത്തൂർ പഞ്ചായത്തിലെ കുരുത്തിച്ചാലിൽ സന്ദർശകരെ നിയന്ത്രിക്കുന്നതിനായി നിലവിലെ പോലീസ് സേവനം തുടരാൻ തീരുമാനം. സന്ദർശകരെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് പ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം.
വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് ഏപ്രിൽ 28-ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദലിത് ആദിവാസി സംഘടനകളും സംയുക്തമായാണ് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊടും ചൂടിൽ ആശ്വാസമായി മഴ വരുന്നു. ഈ മാസം 29-ന് മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ സീസണിലെ മെച്ചപ്പെട്ട മഴ ദിവസങ്ങൾ വരുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ മഴ പ്രതീക്ഷിക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിക്കുന്നതിനായി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു ഉത്തരവിട്ടു. ക്ഷേത്ര ഭരണസമിതികളിൽ ഉൾപ്പെടുത്തുന്നതിന് സജീവ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അയോഗ്യത ഉള്ളതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.